ഹലോ കൂട്ടുകാരെ, 2015 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ഇന്തോനേഷ്യൻ ഹൊറർ ഫിലിമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജക്കാർത്തയിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. വീന എന്ന് പറയുന്ന ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരുത്തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ വന്നിരിക്കുകയാണ്. അവിടെ ഡൊണാൾഡിനെ കൂടാതെ ഫാരൽ എന്ന് പറയുന്ന ഒരുത്തനും കൂടിയുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ഉറക്കമാണ്. അങ്ങനെ ഈ വീനോയും നമ്മുടെ ഡൊണാൾഡും കൂടി ചേർന്നിട്ട് ബാത്റൂമിൽ നിന്ന് ഷേവിംഗ് ക്രീം ഒക്കെ എടുത്തിട്ട് ഫാരലിന്റെ മുഖത്തേക്ക് ആക്കുകയാണ്. പെട്ടെന്നാണ് ഡോറിൽ ആരോ തട്ടുന്നത്. അത് നമ്മുടെ കുഞ്ഞു വീനോയുടെ അമ്മയായിരുന്നു. പുള്ളിക്കാരുടേതാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ്. വാടക ചോദിക്കാനായിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അടുത്ത മാസം ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡൊണാൾഡ് പുള്ളിക്കാരിയെ പറഞ്ഞയക്കുന്നു. അപ്പോഴേക്കും കയല അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവര് മൂന്നുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീനോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പിള്ളേരെയും കൂട്ടിയിട്ട് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള കാർണിവൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകരുതെന്ന് വീനോയുടെ അടുത്ത് ഇവര് മൂന്നുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വീനോ എന്ന് പറയുന്ന ആ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാതെയാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ഈ കാർണിവൽ നടക്കുന്ന സ്ഥലത്താണ് ആ ഒരു ദുഷ്ട കോമാളി ഉള്ളത്. അത് ഈ പിള്ളേർക്കൊന്നും അറിയില്ല. അവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എണ്ണാൻ പോവാണ്, എല്ലാവരും ഒളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ കളി തുടങ്ങി. നമ്മുടെ വീനോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സർക്കസ് കൂടാരത്തിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ അവിടെയായിട്ട് ഒരു പെട്ടി കാണുന്നുണ്ട്. ആ ഒരു പെട്ടി കണ്ടപ്പോൾ അവന് നല്ല രീതിയിൽ ഇഷ്ടമായി. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. അത് ഈ ഒരു സർക്കസിന്റെ ഒരു ചെങ്ങായി ആയിരുന്നു. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ പയ്യനെ വഴക്കു അറിയണം. അങ്ങനെ വീനോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെട്ടിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി പോവാണ്. നേരെ ഡൊണാൾഡിന്റെ ഫ്രണ്ടിലേക്കാണ് അവൻ വന്ന് കയറുന്നത്. അപ്പൊ തന്നെ ഡൊണാൾഡ് ചോദിച്ചു, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയേ? ഇത് കൊള്ളാലോ, ഇത് എന്ത് പെട്ടിയാടാ, ഇത് തുറക്കാൻ പറ്റുന്നില്ല എന്ന് വീനോ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡൊണാൾഡും അത് തുറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വീനോയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ പോട്ടെ, എനിക്ക് ആ പെട്ടി താന്ന് പറഞ്ഞിട്ട് ആ ഒരു പെട്ടി മേടിച്ചുകൊണ്ട് നമ്മുടെ വീനോ ആണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡിന്റെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. ഇന്ന് രാത്രി ആയപ്പോൾ നമ്മുടെ വീനോ ആണെന്നുണ്ടെങ്കിൽ അമ്മ കാണാതെ അത് പുതപ്പിന്റെ അടിയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് അത് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അതിൽ നിന്ന് മനോഹരമായിട്ടുള്ള നിങ് നിങ് സൗണ്ടും കാര്യങ്ങളും പാട്ടൊക്കെ വരുന്നുണ്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് കേട്ട് വന്നു നോക്കുമ്പോൾ അവൻ പുതപ്പിട്ട് അത് മൂടുന്നുണ്ട്. എന്നിട്ട് ഉറങ്ങിയതുപോലെ അഭിനയിക്കുകയാണ്. അമ്മ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വീണ്ടും അവൻ ആ പുതപ്പൊക്കെ മാറ്റിയിട്ട് ആ ഒരു പാട്ട് പെട്ടി അല്ലെങ്കിൽ ആ ഒരു ബോക്സ് പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ കിടന്നുറങ്ങുക. പക്ഷെ അന്ന് രാത്രി ആയപ്പോൾ എന്തോ ഒരു അദൃശ്യ ശക്തി ആ ഒരു പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവരുടെ വീടിന്റെ വാതിലും തുറന്ന് നേരെ പോകുന്നത് നമ്മുടെ ഡൊണാൾഡിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ്. അടഞ്ഞു കിടന്നിരുന്ന വാതിലാണെന്നുണ്ടെങ്കിൽ തനിയെ തുറക്കുകയാണ്. നീ ആ വാതിലടയ്ക്കാൻ മറന്നല്ലേ എന്ന് ഡൊണാൾഡ് നമ്മുടെ ഫാരലിനെ വഴക്ക് പറയുന്നുണ്ട്. അവരങ്ങനെ വാതിലടച്ച് കിടന്നു. ഇതേ അവസ്ഥ തന്നെയായിരുന്നു നമ്മുടെ വിനോയുടെ അമ്മയ്ക്കും അനുഭവപ്പെട്ടത്. അവരുടെ വീടിന്റെ വാതിലും തുറന്നു കിടക്കുകയാണ്. പക്ഷേ വിനോയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അത്ര കാര്യമാക്കിയില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ കയലയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡൊണാൾഡിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഈ ഒരു അപ്പാർട്ട്മെന്റിലെ കുറച്ച് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സിൽ നിന്ന് വരുന്ന പാട്ടും കേട്ടിട്ട് സ്റ്റെയർ കേസിന്റെ അവിടെ ഇരിക്കുകയാണ്. ഇതേ സമയം ഡൊണാൾഡ് ആണെന്നുണ്ടെങ്കിൽ ഫാരലിന്റെ അടുത്ത് പറയുന്നുണ്ട്, കറണ്ട് ബില്ല് ഇപ്രാവശ്യം നല്ല കൂടുതലാണ്, നമ്മളുടെ ഗെയിമുകളൊക്കെ ഒന്ന് കുറയ്ക്കണം. പക്ഷേ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടുന്നതിൽ നമ്മുടെ ഫാരലിന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ മെയിൻ സ്വിച്ചിന്റെ അടുത്തും പോയി നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിനോയുടെ അമ്മ വരുന്നത്. എന്താ ഇവിടെ നിൽക്കുന്നേ, വാടകയുടെ കാര്യം മറക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അവന്റെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഒരു ചെറിയ പയ്യൻ. ആ പയ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ നടക്കുന്ന ആ ഒരു സർക്കസിലേക്ക് ഇന്ന് രാത്രി പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ആ പയ്യനാണെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയുടെ കൂടെ ഈ ഒരു റൈഡിലും മറ്റുമൊക്കെ കയറുന്നുണ്ട്. അടിച്ചു പൊളിച്ചിട്ട് അവൻ തിരികെ വീട്ടിലേക്ക് പോകുന്നതും കാണിക്കുന്നു. അടുത്ത ദിവസം കയല പതിവ് പോലെ ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയപ്പോഴാണ് ഡൊണാൾഡും ഫാരലും ആ ഒരു ദുഃഖ വാർത്ത അവളോട് പറയുന്നത്. അതായത് ഇന്നലെ ഈ ഒരു നൈറ്റ് സർക്കസിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് പോയ ആ ഒരു പയ്യൻ മരിച്ചു പോയിരിക്കുന്നു. മാത്രമല്ല ആ ഒരു അപ്പാർട്ട്മെന്റിലായിട്ട് അവർ രണ്ടുപേരും പോയതിനു ശേഷം നമ്മുടെ കയല ഒരു റെഡ് ബലൂൺ കാണുന്നുണ്ട്. ഇത് എവിടുന്നാ വന്നേന്ന് നോക്കാനായിട്ട് അവൾ താഴേക്ക് നോക്കിയപ്പോൾ 3 കുട്ടികൾ, അതായത് വിനോ അടക്കം അവളെ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന വിധത്തിൽ തുറിച്ചു നോക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വിനോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡൊണാൾഡിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവരങ്ങനെ വീഡിയോ ഗെയിമും മറ്റും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിനോയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് വിനോയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടി കൂടി ഇപ്പോൾ മരണപ്പെട്ട കാര്യം പറയുന്നത്. ഇവർ രണ്ടുപേരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ഇതിപ്പോ അടുത്തിടെയുള്ള ഈ ഒരു അപ്പാർട്ട്മെന്റിലെ 2 മരണങ്ങളാണ്. ഇത്തവണ ഒരു പെൺകുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മ ആ കുട്ടിയെ കാറിലാക്കിയിട്ട് എന്തോ സാധനം വാങ്ങാനായിട്ട് പോയതായിരുന്നു. പക്ഷെ ഈ പെൺകുട്ടി എന്തോ ഒരു കാഴ്ച കണ്ടിട്ട് റോഡിലേക്ക് ഇറങ്ങുകയും പെട്ടെന്ന് തന്നെ ഒരു സ്കൂൾ ബസ് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ കുട്ടിയെ തട്ടുകയും ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഡൊണാൾഡും കയലയും അതുപോലെ തന്നെ വിനയും കൂടി അപ്പാർട്ട്മെന്റ് താഴെ ഇങ്ങനെ നിൽക്കുകയാണ്. വിനോ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരു ചെറിയ പയ്യനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും മുകളിൽ തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫരലാണെന്നുണ്ടെങ്കിൽ അവന്റെ അക്വേറിയം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ എല്ലാ മീനുകളും ചത്ത് കിടക്കുന്നതായിട്ട് അവന് കാണാൻ കഴിയുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ, ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ അവൻ പറയുന്നു. ഫരൽ
കാര്യം താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഡൊണാൾഡിന്റെ അടുത്തും കൈലയുടെ അടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വീന ഒരു കാഴ്ച കാണുന്നത്. അതായത് അവൻ ഈ പ്ലെയിൻ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിലോട്ട് നോക്കുമ്പോൾ ഈ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ആ പയ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തോ കണ്ടിട്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ട്, അതായത് ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴാണ്. അതോട് കൂടിയിട്ട് ആ പയ്യന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഫ്ലാറ്റിലുണ്ടായിരുന്ന എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിക്കൂടുന്നുണ്ട്. എല്ലാവരും നില വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊക്കെ ശേഷം നമ്മുടെ ഫരലും കയലയും അതുപോലെ തന്നെ ഡൊണാൾഡും കൂടി ചേർന്നിട്ട് റൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ജോക്കറിന്റെ കുറച്ച് ഫോട്ടോസും മറ്റൊക്കെ കിട്ടുന്നത്. മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടികൾ വരച്ച ചിത്രമാണ് ഇതെല്ലാം. ഇവർക്ക് 3 പേർക്കും ഇപ്പൊ നല്ല സംശയമുണ്ട്, ഈ കുട്ടികളെല്ലാം മരിച്ചതിന് പിന്നിൽ ഈ ഒരു ജോക്കറാണോ എന്നുള്ള കാര്യം ഉറപ്പിക്കാനായിട്ട് ഇവരും അന്ന് രാത്രി ആ ഒരു നൈറ്റ് ഫെയർ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ആയപ്പോൾ തന്നെ ഇവർ ഈ ഒരു നൈറ്റ് ഫെയർ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ആളുകളുടെയും കുട്ടികളുടെയും കുത്തൊഴുക്കാണ് അവിടെ. എങ്ങനെയാ ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? അങ്ങനെ 3 പേരും 3 വഴിക്കായിട്ട് ഇപ്പൊ സ്പ്ലിറ്റ് ആയിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിനോയും ഉണ്ടായിരുന്നു. വിനോയ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണാതായിട്ട് ഇപ്പൊ കുറച്ചു നേരത്തെ അവന്റെ അമ്മയ്ക്ക് തിരികെ കിട്ടിയിട്ടുള്ളൂ. ഈ ചെക്കനാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ സർക്കസ് നടത്തുന്ന ഒരു ജോലിക്കാരന്റെ അടുത്ത് നമ്മുടെ ഡൊണാൾഡ് പോയി ചോദിക്കുന്നുണ്ട്, ഇവിടെ കോമാളി വല്ലതും ഉണ്ടോന്ന്. ഇവിടെ കോമാളി ഒന്നുമില്ല, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് അവർ പറയുന്നു. അങ്ങനെ അന്ന് രാത്രി ഏറെ വൈകിട്ടാണ് ഡൊണാൾഡിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇവർ 3 പേരും എത്തുന്നത്. അന്ന് അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. രാവിലെ നമ്മുടെ ഫരലാണെന്നുണ്ടെങ്കിൽ അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലേക്ക് അവൻ കിടന്നുറങ്ങുന്ന ഫോട്ടോ ഡൊണാൾഡിന്റെ അക്കൗണ്ടിൽ നിന്ന് അവന്റെ ഫോണിലേക്ക് അയച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതേ സമയം നമ്മുടെ ഡൊണാൾഡിന്റെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഫരലിന്റെ അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെയും ഫോട്ടോസ് ഇങ്ങനെ ആരോ കിടന്നുറങ്ങുമ്പോൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്തിട്ടുണ്ട്. ഇത് വിനയാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മറ്റൊരു പെൺകുട്ടി വരുന്നത്. ഇവളുടെ പേരാണ് നിക്കി. സോഷ്യൽ മീഡിയയിലെ ചെറിയ തർക്കങ്ങൾക്കൊടുവിൽ നമ്മുടെ ഡൊണാൾഡിനെ കാണാനായിട്ട് വന്നിരിക്കുന്നതാണ് നിക്കി. നിക്കിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവളൊരു ഇൻഡിഗോ ഗേളാണ്. അതായത് അവൾക്ക് 3-ാം കണ്ണുണ്ട്. പ്രേതങ്ങളൊക്കെ കാണാനായിട്ട് കഴിയും. ഇവൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവൾക്ക് എന്തോ ഒരു ഫീല് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ 3 കോലുമുട്ടായി എടുത്തിട്ട് നമ്മുടെ ഫരലിന്റെ നേരെ എറിയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോവുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ്. ഇത് ഇവർക്ക് 3 പേർക്കും ഭയങ്കര വിയേർഡ് ആയിട്ട് തോന്നി. അവൾ എന്തിനാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവുക? ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നിക്കിയും കാത്തുകൊണ്ട് അവളുടെ കസിൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നീ എന്താ അവനെ തല്ലിയൊന്നുമില്ല എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇല്ല, അവർക്ക് അതിനും വലിയ സംഭവം കിട്ടാനായിട്ട് പോകണ്ടെന്ന് അവൾ പറയാണ്. ഈ ഒരു കോമാളിയെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു കോമാളിയുടെ അടുത്തുള്ള പെട്ടിയാണ് ഇപ്പൊ വിനോ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. അതിനെ തുടർന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നും ഇവർക്ക് മനസ്സിലായി. ഈ കാര്യം വിനോയുടെ അമ്മ എടുത്ത് പറഞ്ഞെങ്കിലും പുള്ളിക്കാരി അതൊന്നും വിശ്വസിച്ചില്ല. നമുക്ക് എന്തായാലും ഇതിന് പിന്നിലുള്ളത് ആരാണെന്ന് കണ്ടുപിടിച്ച് തീരുമെന്ന് ഡൊണാൾഡ് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫരലിന് ഒരു ഫോൺ കോൾ വരികയാണ്. വീണ്ടും ഈ ഒരു അപ്പാർട്ട്മെന്റിലെ ഒരു കുട്ടി കൂടി മരിച്ചിരിക്കുന്നു. വൈകിട്ടായപ്പോൾ കുറച്ച് പ്രൊജക്ടിന്റെ ആവശ്യത്തിനായിട്ട് ഫോട്ടോ കോപ്പീസ് എടുക്കാനായിട്ട് കൈല അവിടുത്തെ ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഡൊണാൾഡ് ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുകയാണ്. ഇതേ സമയം നമ്മുടെ ഫരലാണെന്നുണ്ടെങ്കിൽ അവന്റെ കുറച്ച് ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് അവിടുത്തെ ആ ഒരു വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവർക്ക് 3 പേർക്കും എന്തൊക്കെയോ ഇനി സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വാഷിംഗ് മെഷീന്റെ സെക്ഷനിലിരിക്കുന്ന ഫാരലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്കൊക്കെ നോക്കുന്നുണ്ട്. അവൻ വീണ്ടും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഡൊണാൾഡിനാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധി തോന്നുന്നുണ്ട്. അതായത് ആ ഒരു ജോക്കറിൻ്റെതെന്ന് പറയുന്ന ആ ബോക്സ് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു അവസാനം വരുമല്ലോ. അങ്ങനെ അവൻ അത് തീരുമാനിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കയലയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജനലിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ബലൂണുകൾ കാണുന്നുണ്ട്. അവൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. ആ ഒരു ജോക്കർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവളെ തേടി എത്തിയിരിക്കുകയാണ്. അയലേക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ ജോക്കർ ആണെന്നുണ്ടെങ്കിൽ അവളെ നോക്കിയിട്ട് ഒരുമാതിരി ചിരിയും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളങ്ങനെ പേടിച്ച് വിറച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു. ഇതേ സമയം നമ്മുടെ ഫരലാണെന്നുണ്ടെങ്കിൽ ഈ തുണിയും മറ്റുമൊക്കെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ ഒരു ജോക്കറിൻ്റെതായിട്ടുള്ള ഉടുപ്പും ഈ ഒരു ഗൗണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ അലക്കാനായിട്ട് എൻ്റെ ഡ്രസ്സ് എവിടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫരല്. ഇതേ സമയം ആ ഒരു ജോക്കർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കയലയെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു വാഷിംഗ് മെഷീന്റെ ഉള്ളിൽ നിന്ന് കൈ വന്നിട്ട് നമ്മുടെ ഫരലിനെ തോണ്ടുന്നത്. അവൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വാഷിംഗ് മെഷീന്റെ ഉള്ളിലേക്ക് തലയിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു വിരൂപിയായിട്ടുള്ള ജോക്കർ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അവനാകെ പേടിച്ച് ബാക്കോട്ട് ആയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഡൊണാൾഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സ് എടുത്തിട്ട് അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴേക്ക് ഇടുകയാണ്. അതോട് കൂടിയിട്ട് ആ ഒരു ബോക്സ് നശിച്ചു പോകുന്നു. പക്ഷേ വീണ്ടും അവൻ വാതിലിൽ മുട്ടുന്നത് കേട്ടിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ ഒരു ബോക്സ് ഒരു കുഴപ്പമില്ലാതെ ഡോറിന് മുമ്പിൽ ഇരിക്കുകയാണ്. ഒപ്പം
കുറെ ബലൂണുകളും. ഇതേ സമയം വിനോന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ വിനോ ചെയ്യുന്ന ഈ ഒരു അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം തന്റെ മകൻ ആ ഒരു ചുമരിൽ മൊത്തം ജോക്കറിന്റെ പടങ്ങൾ മാത്രമാണ് ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം നിക്കി എന്ന് പറയുന്ന ആ ഒരു ഇൻഡിഗോ ഗേൾ ആണെന്നുണ്ടെങ്കിൽ അവളുടെ കസിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇപ്പൊ ഇവരെ 3 പേരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവരുടെ ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരാനായിട്ട് നിൽക്കുകയാണ്. ഈ കസിൻ അവളുടെ കൂടെ വരണോന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നിക്കി വേണ്ട എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഡൊണാൾഡ് പറഞ്ഞിട്ടായിരുന്നു ഇൻഡിഗോ ഗേൾ ആയിട്ടുള്ള നിക്കി ഇവരെ തേടിയെത്തുന്നത്. നിക്കി ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്നപ്പോ തന്നെ ഡൊണാൾഡ് അവളോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് ഞാനൊരു കാഴ്ച കണ്ടിരുന്നു. അതായത് ആദ്യമായിട്ട് നമ്മുടെ ഡൊണാൾഡിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നപ്പോൾ നിക്കി കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവിടെ ഒരു ജോക്കറും 3 കുട്ടികളും ഉണ്ടായിരുന്നു. ആ 3 കുട്ടികളും മരിച്ചു പോയവരായിരുന്നു. അതുങ്ങൾക്ക് നേരെയായിരുന്നു നമ്മുടെ നിക്കി ആ ഒരു 3 കോലുമുട്ടായി എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഡൊണാൾഡും ഫരലിനും കായലേക്കും നല്ല രീതിയിലുള്ള പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് നിക്കിയുടെ അടുത്ത് ഇവർ ചോദിക്കുന്നത്. ആ ഒരു ബോക്സ് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ ഡൊണാൾഡ് ഇവരെയും കൂട്ടിയിട്ട്, അതായത് നിക്കിയും കൂട്ടിയിട്ട് ഈ വിനോയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വിനോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒടുക്കത്തെ പടം വരെയാണ്, അതും ജോക്കറിന്റെ. അങ്ങനെ ഇൻഡിഗോകളായിട്ടുള്ള നിക്കി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിനോയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോക്കറുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും വിനോ തുറക്കുന്നേ ഇല്ല. അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇവർക്ക് മനസ്സിലായി. ജോക്കറിന്റെ ബാധ ഇപ്പൊ വിനോയുടെ മേഘത്തും കയറിയിട്ടുണ്ട്. നിക്കിക്ക് നേരെ ഇപ്പൊ വിനോ ആണെന്നുണ്ടെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് കുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുവിധം എല്ലാവരും കൂടി ചേർന്നിട്ട് അവനെ പിടിച്ചു മാറ്റുന്നു. അങ്ങനെ ആ ഒരു വഴികളൊക്കെ ഇവരുടെ മുമ്പിൽ അടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മറ്റൊരു വഴിയും ഇല്ലാതായപ്പോ ഇൻഡിഗോകളായിട്ടുള്ള നിക്കി ആണെന്നുണ്ടെങ്കിൽ പാസ്റ്റിലേക്ക് പോയിട്ട് ഈ ഒരു ജോക്കറിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സർക്കസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ജോക്കറിന്റെ കൈകൊണ്ട് മരിച്ചിട്ടുള്ള ആ ഒരു വിക്ടിംസിന്റെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ ജോക്കറിനെ പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ഒരു ജോക്കറിന് ഈ ഒരു പെട്ടി എന്ന് പറയുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അതാണ് നമ്മുടെ വിനോ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരെയും ഈ ഒരു ജോക്കർ ഇപ്പൊ തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ബോക്സ് എടുത്തതോട് കൂടിയിട്ട് ആ ഒരു ജോക്കറിന്റെ ഗോസ്റ്റ് ഇപ്പോ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പ്രതികാരം ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഓരോ കുട്ടികളെയും ഈ ഒരു ജോക്കർ ഇപ്പോ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അപ്പാർട്ട്മെന്റിലെ ഒരു പെൺകുട്ടി വണ്ടി തട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അത് വെറുതെ ഒന്നും മരിച്ചതല്ല. അതായത് ഈ ഒരു ജോക്കർ ആണെന്നുണ്ടെങ്കിൽ ഒരു പട്ടിക്കുട്ടിയെയും പിടിച്ചുകൊണ്ട് അങ്ങ് അകലെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു കുട്ടിയെ മാടി മാടി വിളിച്ചപ്പോഴാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു റോഡിന്റെ നടുവിലേക്ക് വരുന്നതും ആ ഒരു വണ്ടി തട്ടുന്നതും. അതെല്ലാം കണ്ടുകൊണ്ട് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കോമാളി. ഇതുപോലെ തന്നെയായിരുന്നു അപ്പാർട്ട്മെന്റിലെ മറ്റൊരു പയ്യനെയും ആ ഒരു കോമാളി തീർത്തു കളഞ്ഞത്. അതായത് ഡ്രസ്സൊക്കെ വിരിച്ചിടാനായിട്ട് ടെറസിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യനെ ഒരു ബലൂൺ കാണിച്ച് മയക്കിയിട്ട് ആ ഒരു ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയായിരുന്നു ഈ ഒരു കോമാളി. അങ്ങനെ ഇവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ഈ ഒരു കോമാളിയെ കുഴിച്ചിട്ടിരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു സർക്കസ് നടത്തുന്ന ഏരിയയിൽ തന്നെ ആയിരിക്കും. അവിടെ പോയിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു ബോക്സിന്റെ താക്കോൽ ഇവർക്ക് കിട്ടുള്ളൂ. ആ താക്കോൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബോക്സ് തുറന്നാൽ മാത്രമേ ആ ഒരു ജോക്കർ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് വിട്ടു പോവുള്ളൂ. അങ്ങനെ വിചാരിച്ച് ഇവർ ആ ഒരു സർക്കസിന്റെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു മരണക്കിണറിന്റെ സൈഡാണ്. അവിടെ മൊത്തം ഇപ്പൊ കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഡൊണാൾഡും ഫരലും കൂടി ചേർന്നിട്ട്. ഇവർക്ക് രണ്ടുപേർക്കും നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ആ ഒരു പണി തുടർന്നുകൊണ്ടേയിരുന്നു. ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ വിനോയുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു പ്രേതമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവന്റെ അമ്മയുടെ ദേഹത്തേക്ക് കയറിയിട്ടുണ്ട്. വിനോയെ നോക്കാനുണ്ടായിരുന്ന കയലയെ ഇപ്പൊ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോയുടെ അമ്മ. ഒരു വിധത്തിലാണ് വിനോയുടെ അമ്മയിൽ നിന്ന് നമ്മുടെ കയല രക്ഷപ്പെടുന്നത്. ഇതേ സമയം ഈ ഒരു സർക്കസിന്റെ ആ ഒരു മരണക്കിണറിന്റെ ഏരിയ കുഴിച്ച് ആ ഒരു ജോക്കറിന്റെ ഡെഡ് ബോഡി ഇപ്പൊ ഇവർക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു താക്കോൽ എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയലയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ കയറി ഒളിച്ചു. ഇതേ സമയം വിനോയെ ഉപദ്രവിക്കാനായിട്ട് വിനോയുടെ അമ്മ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു ജോക്കറിന്റെ പ്രേതം വിനോയുടെ അമ്മയുടെ ദേഹത്ത് കയറിയിരിക്കുകയാണ്. വിനോയെ ഇങ്ങനെ കത്തിക്കൊണ്ട് ഇപ്പൊ വെട്ടിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴത്തേക്കും ആ ഒരു ബോക്സ് ഇവർ ആ ഒരു താക്കോല് കണ്ടെത്തിയിട്ട് തുറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിനോയുടെ അമ്മയുടെ ദേഹത്ത് കയറിയിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രേതം അപ്പൊ തന്നെ ഇല്ലാതാവുന്നുണ്ട്. തലനാരിഴയ്ക്കാണ് നമ്മുടെ വിനോ രക്ഷപ്പെട്ടത്. പക്ഷെ ഇതേ സമയം ആ ഒരു മരണക്കിണറിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ജോക്കർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന്റെ ബോധവും പോകുന്നു. അതിനുശേഷം അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. അവനിപ്പോ കുഴപ്പമൊന്നുമില്ല. അവനാകെ ഇപ്പൊ ഒരു സമാധാനമായിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചല്ലോ. പക്ഷെ എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു. ഇപ്പൊ ആ ഒരു ജോക്കർ നമ്മുടെ ഡൊണാൾഡിന്റെ മേത്താണ് കയറിയിട്ടുള്ളത്. എല്ലാവരും സൗണ്ട് കേട്ടിട്ട് താഴേക്ക് വന്ന് നോക്കുമ്പോൾ
ഡൊണാൾഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക്കും മറ്റുമൊക്കെ ഇട്ടിട്ട് ഈ പോഡ് ആ ഒരു ജോക്കറിന്റെ പോലെ അവരെ നോക്കി ചിരിക്കുന്ന ആ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ സിനിമ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതൊരു ആവറേജ് മൂവിയാണ്, വളരെ ലോ ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കിടിലൻ സിനിമ തന്നെയാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കഥയും ഉണ്ട്. ക്ലൗൺ ഓഫ് ദി ഡെഡ് എന്ന് പറയുന്ന 2015 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്തോനേഷ്യൻ പടങ്ങൾ ഇനിയും ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം ശരി, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.